എനിക്ക് മെയിലൊന്നും പറഞ്ഞില്ല കേട്ടോ. കാണിക്കുന്നു. മാച്ച് സ്റ്റാർട്ടായി. So guys, back to the fourth match, Yes. second last match of the tournament. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് മാച്ചിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കഴിവുള്ളവർ അവരവരുടെ ടൂർണമെൻറ്റിൽ വന്ന് അവരവരുടെ പെർഫോമൻസ് ഒക്കെ ഷോക്കേസ് ചെയ്ത് അവരിതാ ഒരു 2-2.5 ലക്ഷം രൂപയുടെ PC അടക്കം നല്ലൊരു എമൗണ്ട് അച്ചീവ് ചെയ്യാൻ പോകുന്നു. ചാറ്റിൽ കുറേ പേര് ആർക്കൊക്കെയോ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളക്കി വിളിച്ച് സ്വന്തം സമയം വേസ്റ്റ് ആക്കുന്നു. അതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അങ്ങനെ സമയം വേസ്റ്റ് ചെയ്യുന്നവർ പിന്നീട് ഫ്യൂച്ചറിൽ പോയ ടൈമുകൾ ഓർത്ത് റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുവാണ്. എല്ലാവർക്കും വേണ്ടി തമ്മിത്തല്ലാതെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം യൂട്ടിലൈസ് ചെയ്യുക. അല്ലാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് തല്ലാനും ഇതാനും വഴപ്പുണ്ടാക്കാനും പോവാതെ നല്ലൊരു മാച്ച് എൻജോയ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ ഫോർത്ത് മാച്ച്. പോയിന്റ് ടേബിൾ വന്നോടാ. പോയിന്റ് ടേബിൾ ഞാൻ സൈൻ ചെയ്തു. എൻ്റെ അക്കൗണ്ട് സൈൻ ഔട്ട് ആയി. ഓക്കെ നോക്കുവാണെങ്കിൽ വള്ളി ടീം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞു. മാച്ച് നമ്പർ 4 മാപ്പ് ഈസ് ഇത് റോണ്ടോ അല്ലേ മാപ്പ്? റോണ്ടോ ആണ് ഇവിടെ മാച്ച് നമ്പർ 4 ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഒരു എറാങ്കൽ മാച്ച് കൂടി നമുക്ക് ബാക്കിയുണ്ട്. സോ ഈ ഒരു മാച്ചും കൂടി എനിക്ക് തോന്നുന്നു ഏകദേശം ഫസ്റ്റ് പ്രൈസ് കൺഫേംഡ് ആയി എന്നാണ് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം. ഏകദേശം ഫസ്റ്റ് പ്രൈസ് ഇതായി എന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ തോന്നുന്നത്. പക്ഷെ നമുക്ക് നോക്കാം. എന്നാലും ഇനി 2-3 സ്ഥാനത്തേക്ക് അതുപോലെ MVP-യിലേക്കും വരാൻ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കാം. കാരണം യാമിക്കൊക്കെ ഇപ്പോഴും MVP-യിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കണം. സോ നോക്കാം കൺഫേം ആയോ ഇല്ലോ എന്നുള്ള കാര്യം. ഇപ്പം ഇത് വരുമ്പോൾ ഈ 3-ാമത്തെ മാച്ചിൻ്റെ റിസൾട്ടൂടെ വരുമ്പോൾ നമുക്ക് നോക്കാം. എടാ ഒന്ന് നോക്കണേ. സോ വള്ളി ടീംസും ടോക്കിയോയും റിവെഞ്ച് നടക്കുമോ ഇല്ലെന്നുള്ളത് കാരണം നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തൊരു പ്ലെയറാണ്. ഇവിടെ ഡെഞ്ചാറിന്റെ സ്ലോട്ടിനെ പറ്റി സംസാരിക്കുന്നവരൊക്കെ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഡെഞ്ചാർ ഉണ്ടായിരുന്ന അതേ ഗ്രൂപ്പിൽ ഡെഞ്ചാറിന്റെ മുകളിൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീമാണ് EVX. പബ്ജിക്ക് നല്ല ബെറ്റർ ഡേയ്സും മോശ ദിവസങ്ങളും ഉണ്ടാവും. എത്ര വലിയ ടീമാണെങ്കിലും അവർക്കൊരു ബാഡ് ഡേ ഉണ്ടാവും. പബ്ജി കാണുന്ന ആൾക്കാർക്ക് അറിയാം അതൊക്കെ. എത്ര ടോപ്പ് ഇന്റർനാഷണൽ ടീംസ് എന്നിവർക്ക് പോലും ബാഡ് ഡേ ഉണ്ടാകുന്ന ദിവസങ്ങളുണ്ടാവും. മനസ്സിലായോ? അത് കളിക്കുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അവരുടെയും മേളിൽ നിന്ന് ഡെഞ്ചാറിന് മുകളിൽ നിന്ന ഒരു ടീമാണ് EVX. ആ EVXന് ഇവിടെ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അത് അവർക്കൊരു ബാഡ് ഡേ ആയതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ എടാ വന്നോ? പോയിന്റ് എവിടെ വന്നോ? അണ്ണാ പോയിന്റ് ടേബിൾ അല്ലാണ് ഇവിടെ എല്ലാരും കേറി സെർവർ മറ്റേ സൈറ്റ് സെർവർ ഇതാക്കുന്നു. ലോഡ് കൂടി. ഓ ഗൈസ് നിങ്ങള് സൈറ്റ് ചെക്ക് ചെയ്ത ഇതായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ലോഡ് ആവുമെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നോക്കട്ടെ. നമുക്ക് ലോഡ് ആവുമ്പോൾ നോക്കാം. നീ ട്രൈ ചെയ്തോ? നീ ട്രൈ ചെയ്തിട്ട് അപ്ഡേറ്റ് ആകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. സോ ഒരു ലക്കും ഇതിന്റെ ഒരു വലിയൊരു ഫാക്ടറാണ്. സ്കില്ല് വേണം. സ്കില്ല് വേണ്ടാതെ ലക്ക് മാത്രം വേണം എന്നല്ല ഞാൻ പറയണത്. സ്കില്ല് പബ്ജി PC-യിൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ അത് കളിക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാവും. അതുപോലെ സ്പെക്ക് ചെയ്യുന്നത് ടൂർണമെന്റ് ത്രൂ ഔട്ട് നല്ല ടൂർണമെന്റുകളൊക്കെ കാണുന്ന ആൾക്കാർക്കും അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നോക്കുകയാണെങ്കിൽ ഇവിടെ ടോക്കിയോ വേഴ്സസ് വള്ളി ടീം വീണ്ടും ഫൈറ്റ് കമ്മിറ്റ് ആവുന്നു. ഒരു റിവെഞ്ച് കാണാൻ പറ്റുമോ നോക്കാം. ടോക്കിയോയുടെ സൈഡിൽ നിന്ന് ഒരു റിവെഞ്ച് കാണാൻ പറ്റുമെന്ന് കണ്ടു. അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ടോക്കിയോ മറിയാനോ വേഴ്സസ് വള്ളി ടീംസ്. TVA വേഴ്സസ് ടോക്കിയോ ഒക്കെ നടക്കാൻ പോകുന്നു. കണ്ണാപ്പി ഇമോട്ട് ഇട്ടതിന് പകരം ചോദിക്കാൻ വേണ്ടി ടോക്കിയോ ഇവിടെ തിരിച്ചു വരുന്നു. നമുക്ക് നോക്കാം. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുനിഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നോക്കാം. ജർമ്മൻ കണ്ണാപ്പി ടോക്കിയോയുടെ കഴിഞ്ഞ കളി മാസ് കാണിച്ച ജർമ്മൻ കണ്ണാപ്പി ഇവിടെ എന്ത് ചെയ്യാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. ജർമ്മൻ കണ്ണാപ്പി
വള്ളി ടീമിന് വേണ്ടി അടുത്തൊരു 4 കില്ല് സെക്യൂർ ചെയ്ത് കൊടുക്കാൻ നോക്കാം. വള്ളി ടീം വേഴ്സസ് ടോക്കിയോ മറിയാനോ. ഓ, 2 ടീമും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഫൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ ഒരു ഇനീഷ്യൽ നോക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. TV അവിടെ നോക്കുകയാണെങ്കിൽ നല്ലൊരു പൊസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു നെയ്ഡ് വന്നു. CMX ഡീമന്റെ സൈഡിൽ നിന്ന് നല്ലൊരു നെയ്ഡാണ് വന്നത്. പക്ഷേ വലിയ ഡാമേജുകളൊന്നും. ഇവിടെ ഫയർ പ്ലാങ്ക് ടോക്കിയോടെ ഫസ്റ്റ് നോക്കിടുന്നു. വള്ളി ടീമിന് വേണ്ടി ഫയർ പ്ലാങ്ക്. ഡീമൻ അവിടെ രണ്ടാമത്തെ നോക്കിയിട്ടുണ്ട്. ഡീമൻ അവിടെ 2 നോക്കിയിട്ട് രണ്ടാമത്തെ നോക്കിയിട്ടുണ്ട്. ആൻഡ് വള്ളി ടീം അവിടെ കറങ്ങി നടന്നടിക്കുന്നുണ്ട്. മൂന്നാമത്തെ നോക്കി ജർമ്മൻ കണ്ണാപ്പി ഇടുന്നു. ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. ജർമ്മൻ കണ്ണാപ്പി ബാക്ക് ടു ബാക്ക് അടിക്കുന്നു. റിവെഞ്ച് ഒന്നും നടക്കൂല. ബാക്ക് ടു ബാക്ക് ടോക്കിയോ അടിക്കുന്നു. മീസക് മാത്രം ബാക്കി ടോക്കിയോയ്ക്ക് വേണ്ടിയിട്ട്. ടോക്കിയോയെ അവിടെ അടിച്ച് വൈപ്പാക്കാനുള്ള ഫയർ ഫ്ലാഗിന്റെ വക ഒരു ഷോട്ട് ഗൺ അടി. വള്ളി ടീം അവിടെ ടോക്കിയോ മറിയാനെ അവിടെ എലിമിനേറ്റ് ചെയ്യുന്നു. ആൻഡ് കണ്ണാപ്പി ഒന്ന് സ്പെക്ക് ചെയ്യണം ദേവിയത് എന്താണ് കാണിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ണാപ്പി അവിടെ വീണ്ടും മങ്കി ഡാൻസ് കളിച്ച് കാണിക്കുന്നു കണ്ണാപ്പി. വള്ളി ടീം സെക്യൂറിങ് അനദർ 4 കിൽസ്. ഇനിഷ്യൽ ഫൈറ്റിൽ 2 വട്ടവും വള്ളി ടീംസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ആൻഡ് KVയുടെ സ്കോർ അങ്ങോട്ട് വരുന്നു. കണ്ണാപ്പി ഓൾറെഡി ടാഗ് കൊടുത്തിട്ടുണ്ട്. ഓ, നല്ല ടാഗ് കൊടുക്കുന്നു കണ്ണാപ്പി. ഡീമനാണ് ടാഗ് കൊടുത്തത്. ഡീമന്റെ സൈഡിൽ നിന്ന് നല്ലൊരു ടാഗ് കിട്ടിയിട്ടുണ്ട് KV അവിടെ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. ഒരു ഓഫ് ആംഗിൾ എടുത്ത് കിച്ചൺ സ്കോഡിലെ 2 പ്ലേയേഴ്സ് അല്ല, ബ്ലാക്ക് സ്കോഡിലെ 2 പേര് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓൾറെഡി ഫയർ ചെയ്ത് ഇവിടുത്തെ ഇൻഫോ അറിയിച്ചിട്ടുണ്ട്. ബാക്കി 2 പ്ലേയേഴ്സും അപ്പുറത്തെ സൈഡിൽ കൊണ്ട് കുത്താനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. ഇവിടെ യൂട്യൂബ് ഷേക്കും അതുപോലെ തലപതിയും ഇവിടെ തന്നെ നിൽപ്പുണ്ട്. സ്കോർ ബോർഡ് വന്നാ ഓക്കെ, സ്കോർ ബോർഡ് ഒന്ന് കാണിച്ചടാ. സോ സ്കോർ ബോർഡിലേക്ക് പോവുകയാണെങ്കിൽ ഡെൻജാർ വിത്ത് 84 പോയിന്റ്, 38 പോയിന്റ് ആണ് തൊട്ട് താഴെയുള്ള ടീമിന്. അതിന്റെ തൊട്ട് താഴെ 31-ഉം 30-ഉമായിട്ടാണ് നിൽക്കുന്നത്. ദ സ്കോഡ് TV 30-ഉം SRR 31-ഉം TV 38-ഉം ഡെൻജാർ 84 പോയിന്റ്. ഏകദേശം 50 പോയിന്റ് അടുപ്പിച്ച് വ്യത്യാസമുണ്ട്. 46 പോയിന്റിന്റെ ഡിഫറൻസ് ആണ് ഫസ്റ്റും സെക്കൻഡും തമ്മിൽ. ഇത് കോമ്പൻസേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടുള്ള ഒരു കാര്യമാണ്. 54 കില്ലാണ് ഡെൻജാർ ഓൾറെഡി സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലേ ഫ്രം ഡെൻജാർ, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ബാക്കി നമുക്ക് ബാക്ക് ടു ഗെയിം പ്ലേയിലോട്ട് പോകാം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ് ടേബിൾ നോക്കാം. ഫൈറ്റിലേക്ക് വരാം. നമുക്ക് CM വേഴ്സസ് ആരാണ് അവിടെ നടക്കുന്നത്? CM വേഴ്സസ് KV ആണോ? CM വേഴ്സസ് KV ആണെന്ന് തോന്നുന്നു അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നത്. EVX ആണല്ലേ? EVX. ഓക്കെ, CM വേഴ്സസ് EVX ഒരു ഫൈറ്റ് ഇവിടെ നടക്കുന്നു. EVX അവിടെ കിൽ ഫാം ചെയ്യാനുള്ള ഒരു പരിപാടി, കുറച്ച് അഗ്രസീവായിട്ട് കളിക്കാനുള്ള ഒരു പ്ലാൻ ആണെന്ന് തോന്നുന്നു EVXന്റെ സൈഡിൽ നിന്ന്. കാരണം അവർക്ക് അറ്റ്ലീസ്റ്റ് MVP എങ്കിലും യാമിക്ക് എടുത്തു കൊടുക്കുക എന്നുള്ള ഒരു ടാർഗറ്റിലായിരിക്കും ഇനി EVX കളിക്കാൻ പോകുന്നത്. യാമിയെ കൊണ്ട് മാക്സിമം ഫ്രാഗ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ടാർഗറ്റിൽ EVX കളിക്കുകയാണെങ്കിൽ ഒരു MVP പൊസിഷൻ യാമിക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. TVA ഫാൻസ് ഡെൻജാറിന്റെ ക്രെഡിറ്റ് എടുക്കല്ലേ, അതിൽ സരക്ക് ഉണ്ടെന്ന് വെച്ച് ബാക്കിയുള്ള ഡയോസ് ആണ്. സോ ഡയോസ് കോഡ് അല്ലാണ്ട് TVA കരഞ്ഞ് ആ ക്രെഡിറ്റ് കൂടി എടുക്കല്ലേ. ഗീവ് അപ്രിസിയേഷൻ ബ്രോ. വേണ്ട പറഞ്ഞ ഇതായി പോകും. The squad for TVA. അവിടെ ബുള്ളോപ്പിയുടെ VNVയിലെ ഒരു പ്ലെയറിനെ എടുക്കുന്നു. ബുള്ളോപ്പി അവിടെ ഒരു VNVയിലെ ഒരു സ്പീഡോ അവിടെ VNVയിലെ ഒരു പ്ലെയറിനോട് ഫിനിഷ് ചെയ്യുന്നു. ആൻഡ് VNVയിലെ അവസാനത്തെ പ്ലെയർ മാത്രം ബാക്കി. MRC എലിമിനേറ്റിംഗ് VNV. അവിടെ ഒരു 4 പിക്ക് MRC സെക്യൂർ ചെയ്യുന്നുണ്ട്. 4 പേരെ MRC അവിടെ വൈപ്പ് ചെയ്ത് കളയുന്നു. ടീം VNV MRC അടിച്ച് കളയുന്നു. സ്പീഡോ ആണ് അവസാനത്തെ പിക്ക് എടുത്തത്. നമുക്ക് നോക്കാം ബാക്കിയുള്ള പ്ലേയിലോട്ട് പോവാം. 14 ടീംസും 56 പ്ലേയേഴ്സുമാണ് ബാക്കിയുള്ളത്. സോ ഇനിയുള്ള സെക്കൻഡും തേർഡും പറയാൻ പറ്റത്തില്ല. ചിലപ്പം PUBG ആണ്. ഓടി നടന്ന് വണ്ടേഴ്സ് ഒക്കെ സംഭവിച്ചിട്ടുള്ള ഗെയിമുകളാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിനും പറയാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം ആരായിരിക്കും 1ഉം 2ഉം സ്ഥാനത്തിലോട്ട് വരുന്നത്. ഈ ഒരു ഗെയിമും കൂടെ ഡെൻജാറിന്റെ സൈഡിൽ നിന്ന് നല്ല പെർഫോമൻസ്. വീഡിയോ വെച്ചിട്ടിരിക്കുന്നു. നല്ലൊരു കില്ലോടെ ഫിനിഷ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഫിനിഷ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അവിടെ നല്ലതുപോലെ. സ്റ്റീവ് അവിടെ ഒരു കൗണ്ടർ നോക്കിടുന്നു. കോച്ചിനെ അവിടെ റിവൈവ് ചെയ്യാൻ പറ്റുള്ള ഒരു കാര്യം അറിയുന്നില്ല. പക്ഷെ യൂട്യൂബ് ഷെയ്ക്കും അവിടെ വീഴുന്നു. 2 പ്ലേയേഴ്സും അവിടെ വീഴുന്നു. ഹരി ദ ബീസ്റ്റ് വരുന്നു. ബ്ലാക്ക് സ്കോഡിലെ 2 പ്ലേയേഴ്സും അവിടെ നോക്കായിട്ടുണ്ട്. പക്ഷേ കോച്ചിനെ അവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചാൻസ്. കോച്ചിനെ അവിടെ ഓൾറെഡി റെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൂടാ. കോച്ചിനെ റെസ്റ്റ് ചെയ്തിട്ടില്ല. കോച്ചിനെ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കോച്ച് നല്ലതുപോലെ ബ്ലീഡ് ഓഫ് ആയി പോകുന്നുണ്ട്. ആൻഡ് ഹരി ദ ബീസ്റ്റ് ഒരു പിക്കും കൂടെ എടുക്കുന്നു.
കോച്ചിനെ റീകോൾ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കോച്ചിനെ അവിടെ റിവൈവ് ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. KVAക്ക് വേണ്ടി ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. KVAക്ക് വേണ്ടി ലാസ്റ്റ് മാൻ ബാക്കി. ആൻഡ് KVAയുടെ അവസാനത്തെ പ്ലെയറിനെയും അടിച്ച് വൈപ്പ് ഓഫ് ആക്കിയിരിക്കുന്നു. TVA സെക്യൂറിംഗ് 4 kills. അവിടെ കോച്ചിനെ അവർക്ക് റീകോൾ ചെയ്യണം. കമന്റിലുള്ള കൊച്ചു പിള്ളേരെ മൈൻഡ് ചെയ്യേണ്ട ദയവ് ചെയ്ത്. അത് ഇപ്പൊ ആക്ച്വലി ബാറ്റിൽ നടക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഡെഞ്ചാർ വേഴ്സസ് KVA നടക്കുന്നു. ഡെഞ്ചാർ KVA ഹണ്ട് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഡെഞ്ചാർ വേഴ്സസ് KVA പുറകെ പോകാൻ നമുക്ക് വിപ്സിയുടെ ഒക്കെ സ്പ്രേ ആക്യുറസി നമുക്ക് നോക്കാം. ഡെഞ്ചാർ ഒക്കെ കില്ലിന് വേണ്ടി അവർ പോകുന്നില്ല, മാക്സിമം കയറി പോകുന്നില്ല. അവർക്കറിയാം കില്ലെടുക്കേണ്ട ആവശ്യം, കിൽ ഫാം ചെയ്യേണ്ട ആവശ്യം ഡെഞ്ചാറിനില്ല. ഓക്കെ, അവിടെ ഒരു റീകോളിന് വേണ്ടി സ്റ്റീവ് പോയി. പക്ഷെ തൊട്ടടുത്ത് ഡെഞ്ചാറുണ്ട്. ആ സൗണ്ട് കേട്ട് അവരവിടെ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. തൊട്ടടുത്ത് ഡെഞ്ചാറുണ്ട്. റീകോളിന്റെ തൊട്ടടുത്ത് ഡെഞ്ചാറുണ്ട്. ഡെഞ്ചാർ വേഴ്സസ് TVA ആവും നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ കോച്ചിനെ റീകോൾ ചെയ്യുന്നു. സോ കുക്കുഡ് വാവാദോലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ മാക്സിമം അവർ ടോപ്പ് 3യിലേക്ക് വരാനുള്ള ശ്രമം. അവർ കുറച്ച് പാസീവായിട്ടാണ് കളിക്കുന്നത്. ആൻഡ് കുക്കുഡ് വാവാദോലൊക്കെ തൊട്ട് മുകളിൽ KVAയുടെ തൊട്ട് മുകളിൽ CM വരുന്നു. സോ ഈ ടൂർണമെന്റ് കാണാൻ വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഗൈസ്. നമ്മൾ ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു ടൂർണമെന്റിന് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇത്രയും വലിയ സപ്പോർട്ട് ഉണ്ടാവും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു വലിയ താങ്ക് യു ആൻഡ് ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ആൻഡ് CM vs EVX നടക്കാനുള്ള ചാൻസ് ഇല്ല. CM അവിടെ നിർത്തിയിട്ടില്ല. EVX ഇപ്പോഴും ഒരു കിൽ ഫാമിന് പോകുക എന്നുള്ളൊരു കോൺസെപ്റ്റ് EVXന് ഇപ്പോഴും ഇല്ല. TGA നടക്കാനുള്ള ചാൻസ്. TGA vs SRR നടക്കുമോ നമുക്ക് നോക്കാം. നല്ല ടാഗ് കിട്ടുന്നു. നല്ല ഒരു ഹെഡ് ഷോട്ട് കൊടുക്കാൻ പറ്റിയില്ല. നല്ലൊരു പിക്ക് ബൈ ഉക്കർ റോക്കി. അവിടെ ഡാർക്ക് പെയിനെ അടിച്ചിടുന്നു. ഡാർക്ക് പെയിൻ അവിടെ വീഴുന്നു. SRRയുടെ ഡാർക്ക് പെയിൻ അവിടെ വീഴുന്നു. നല്ലൊരു സ്പാം വരുന്നു. ശംഭുവണ്ണന് നല്ല ടാഗ് കിട്ടുന്നു. ശംഭുവണ്ണന് നല്ല കഴിവ് കൊടുക്കുന്നു. ഇവിടെ ടീം അറബി ഉണ്ട്, അവിടെ നമുക്ക് കാണാൻ പറ്റും. TGA പുഷിങ് SRR അവർ പുഷ് ചെയ്ത് പൊക്കോണ്ടിരിക്കുവാണ്. മാക്സിമം ക്ലോസിങ് ചെയ്യുവാണ്. ഇവിടുന്ന് ഫയർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ അവർ ക്ലോസിലുള്ള ആൾക്കാരെ മനസ്സിലായിട്ടില്ലായിരുന്നു. ഒരു നല്ലൊരു നേട് കുക്ക് ചെയ്യുന്നു. ഉക്കർ റോക്കിയുടെ നേടിൽ എന്തെങ്കിലും സംഭവിക്കാൻ നോക്കുമ്പോൾ ഒന്നും തന്നെ സംഭവിച്ചില്ല. നേടിൽ അവിടെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. TGA മൊത്തത്തിൽ വളഞ്ഞിട്ടുണ്ട്. ആൻഡ് അവിടെ ഉക്കർ റോക്കിയുടെ നേടിൽ ശംഭുവണ്ണൻ വീഴുന്നു. പക്ഷേ SRR ഡാർക്ക് പെയിൻ അവിടെ KMC കൊമ്പൻ എടുക്കുന്നു. അവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അവിടെ സ്മോക്കുകൾ വരുന്നു, എല്ലാം വരുന്നുണ്ട്. നല്ല സപ്പോർട്ടാണ് വരുന്നത് ടീമിന്റെ സൈഡിൽ നിന്ന്. നമുക്ക് നോക്കാം. SRRയുടെ ഒരു നോക്ക് കൂടെ TGA KMC വാസ്കോ അവിടെ വന്ന് ഒരു നോക്ക് കൂടെ ഇടുന്നു. രണ്ടുപേരും വീഴുന്നു. SRR ഒരാൾ ഫിനിഷ് ആവുന്നു. 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ഒഡിച്ചിക്ക് നല്ല ടാഗുണ്ട്, ടോറസിനും നല്ല ടാഗുണ്ട്. നമുക്ക് നോക്കാം. ആൻഡ് TGAയിലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. TGAയിലെ 2 പേരും ഫിനിഷായി. 2 vs 2 ആണ്. ഒരു പ്ലെയറിനെ കൂടെ അടിച്ചിട്ടിരിക്കുന്നു. ഒഡിച്ചി അവിടെ ഒരു പ്ലെയറിനെ കൂടെ അടിച്ചിരിക്കുന്നു. ഉക്കർ റോക്കി മാത്രം ബാക്കി. ഉക്കർ റോക്കി അവിടെ ഒഡിച്ചി അടിച്ചിരുന്നു. 1 vs 1. ഓക്കെ, SRRലെ ടോറസ് മാത്രം ബാക്കി. ഒഡിച്ചി അവിടെ ഫിനിഷ് ചെയ്യുന്നു. ഒരു തേർഡ് പാർട്ടി വരുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അവിടേക്ക് CM വരുന്നു. CMന്റെ സൗണ്ടുകൾ കേൾക്കാം. അവിടെ CM വന്നു. ടോറസിനെ അടിക്കാനുള്ള ടോറസിനെ മല്ലു സബ്സി അവിടെ അടിച്ച് ഫിനിഷാക്കി. SRR ലോബിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. CM അവിടെ കറക്റ്റ് സമയത്ത് TGAക്ക് ഒരു സപ്പോർട്ട് CMന്റെ സൈഡിൽ നിന്ന് വരുന്നു. ആൻഡ് പ്ലെയർ ബാക്ക് ടു റിവൈവ് ആയിട്ടുണ്ട്. ആ ഒരു ഫൈറ്റും കൂടെ CM എടുക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. TGAയും കൂടെ അടിച്ചിട്ട് പോകാനുള്ള പ്ലാൻ. TGAയിലെ 4 പ്ലേയേഴ്സും ഒരുമിച്ച് പുഷ് ചെയ്യുന്നു. നല്ലൊരു ടാഗ് കൊടുക്കുന്നു. നല്ല സ്പ്രേ ആക്രോസി ബൈ മല്ലു സക്സി. നല്ലൊരു ഓക്കെ. ഉക്കർ റോക്കി അവിടെ നോക്കാവുന്നു. ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. TGAക്ക് വേണ്ടി കൊച്ചുകുഞ്ഞ് മാത്രം ബാക്കി. കൊച്ചുകുഞ്ഞിന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കൊച്ചുകുഞ്ഞ് മാത്രം ബാക്കി. TGAക്ക് വേണ്ടി കൊച്ചുകുഞ്ഞ് 1 HP ജോമൻ 2 OP അവിടെ സർവൈവ് ചെയ്യുന്നു. വെൽ പ്ലേ TGA. അവിടെ 2 കില്ല് സെക്യൂർ ചെയ്തു. CM 4 കിൽസ് ടോട്ടലി സെക്യൂർ ചെയ്യുന്നു. The squad versus EVX അവിടെ നടക്കാൻ പോകുന്നു. EVX ആ കോമ്പൗണ്ടിൽ കുത്തിയിട്ടുണ്ട്. ഫൈറ്റ് എടുക്കോ ഇല്ലെന്നുള്ള കാര്യം അറിഞ്ഞൂടാ. അവിടുത്തെ ഫൈറ്റ് എടുത്തിട്ടില്ല. ഫൈറ്റ് നല്ല സസീബൊക്കെ നല്ല മാഡിക്കിൻഡിക്ക് നല്ല ടാഗ് കിട്ടുന്നു. മാഡിക്കിൻഡി സ്പ്രേ ചെയ്തിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. EVX versus the squad. ഒരു സ്നൈപ്പർ ഷോട്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമം. EVX 1 ടാപ്പ് സിദ്ധു അവിടെ സ്നൈപ്പിനെ അടിച്ചിട്ടു. യാമി ജൂനിയർ അവിടെ MRC വന്ന് കുത്തി. MRC versus TVA നടക്കാനുള്ള ചാൻസസ്. MRCയിൽ ഒരു പ്ലെയർ അവിടെ നോക്കായി. അവിടെ മന്ദാരത്തിനെ ഫിനിഷ് ചെയ്യുന്നു. തസ്തീബൊക്കെ അവിടെ MRCയിലെ പ്ലെയർ കയറി അടിക്കുന്നു. അടുത്തൊരു പ്ലെയറിനെയും കൂടെ MRC അവിടെ നോക്കിടുന്നു. സ്പീഡോയെ TVA നോക്കിടുന്നു.
2 പ്ലേയേഴ്സ്, ഒരു പ്ലെയർ മാത്രം ബാക്കി. ദ സ്കോഡിന് സാവേജ് മാത്രം ബാക്കി. ദ സ്കോഡിന് സാവേജ് മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. ഓ, അവിടെ ഒരു റിവൈവൽ. ഓ, അവിടെ ദ സ്കോഡ് എലിമിനേറ്റഡ് ആവുന്നു. ദ സ്കോഡിനെ EVX അവിടെ എലിമിനേറ്റ് ചെയ്യുന്നു. 22K വാച്ചിങ് MRC പവർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു MRCയുടെ അത്രയും പവറിന് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. താങ്ക് യു സോ മച്ച്. നമുക്ക് വേറെ ഒന്നും പറയുന്നില്ല. ടൂർണമെന്റിന്റെ 3ാമത്തെ ദിവസമാണ്. അപ്പം ടൂർണമെന്റ് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവർക്കും യാമി അവിടെ ട്രേഡ് ഓഫ് ചെയ്യുന്നു. യാമി അവിടെ MRC അടിച്ചിരുന്നു. MRC EVX. യാമി അവിടെ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. MRCയുടെ അവസാനത്തെ പ്ലെയർ മാത്രം ബാക്കി. MRC അവിടെ ഒരാളോട് ഒരു നോക്കും കൂടെ ഇടുന്നു. MRC അവിടെ വൈപ്പ് ആവുന്നു. MRC ഹാസ് ബീൻ എലിമിനേറ്റഡ് ബൈ EVX അവിടെ MRCയെ എലിമിനേറ്റ് ആക്കി വിടുന്നു. സോറി, MRCയുടെ സൈഡിൽ നിന്നുള്ള പ്ലേയേഴ്സ് ഇവിടെ ഡൗൺ. ഇനി MRCക്ക് വേണ്ടി ടീം അറബി മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ടീം അറബി ഇവിടെ ഉണ്ട്. MRC ഷെയ്ഖ് ഇവിടെ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ടീം അറബി വേഴ്സസ് MRC വേഴ്സസ് KVA ആണ് നടക്കുന്നത് ഇവിടെ. MRC വേഴ്സസ് KVA ആണ് നടക്കുന്നത്. MRCയുടെ ആദ്യത്തെ സ്കോഡ് എലിമിനേറ്റ് ആയി. 2ാമത്തെ സ്കോഡിന് എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. 2ാമത്തെ സ്കോഡ് നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. ഡീമൻ ഹോക്കിക്ക് അവിടെ നല്ല ടാഗ് കൊടുക്കുന്നു. സ്പ്രേ ഗോഡ് വൈറ്റി അവിടെ TVA വേഴ്സസ് KVA നടക്കാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. 9 ടീമും 35 പ്ലേയേഴ്സും മേലെയും TVA വേഴ്സസ് KVA അവർ ഭയങ്കര സ്പ്ലിറ്റ് ആയിട്ടാണ് കളിക്കുന്നത്. ഇതുവരെ ഫയർ ഒന്നും ചെയ്തിട്ടില്ല. ഹരീദ ബീച്ച് ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ല. TVAയിലും KVAയിലും പ്ലേയേഴ്സും മിക്സ് ആയിട്ട് നിൽക്കുകയാണ്. TVAയിലെ 2 പ്ലേയേഴ്സിനെ അവിടെ നോക്കാക്കി. TVAയിലെ D3 ഗോസ്റ്റ് അവിടെ തിരിച്ച് നോക്കാവുന്നു. TVAയുടെ 2 പ്ലേയേഴ്സ് അവിടെ നോക്കായി. സ്റ്റീവിനെ റെക്ടേഴ്സിനെ D3 ഗോസ്റ്റ് ആണ് അവിടെ നോക്കാക്കിയിരിക്കുന്നത്. ആൻഡ് സ്റ്റീവ് അവിടെ ഫിനിഷ് ഓഫ് ആയി. TVAക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല. TVA 3ാമത്തെ കില്ലോ ഗോളും അവിടെ നോക്കാവുന്നു. ലാസ്റ്റ് മാൻ ഒരാൾ മാത്രം, ഹരീദ ബീച്ച് മാത്രം ബാക്കി. TVAക്ക് വേണ്ടി ബാക്കി. ഹരീദ ബീച്ചിന് എന്ത് ചെയ്യാൻ പറ്റും? ഹരീദ ബീച്ച് അവിടെ ഒരു നോക്ക് ഇടുന്നു. ഹരീദ ബീച്ച് 5ാമത്തെ കില്ല് സെക്യൂർ ചെയ്യുന്നു. 1 vs 1 ആണെന്ന് തോന്നുന്നു. 7 കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. 7 കില്ല് 1 vs 1. TVAയിലും KVAയിലും ഓരോ പ്ലെയർ മാത്രമാണ് എലൈവ് ആയിട്ടുള്ളത്. ഒരു കറങ്ങി ബാക്കിൽ വന്ന് അടിക്കാനുള്ള പ്ലാൻ ആണെന്നാണ് തോന്നുന്നത്. സോ ഇവിടെ നിന്ന് ഇനി ചിപ്പ് എടുത്ത് പോയി റിവൈവ് ആക്കുക എന്ന് പറയുന്ന ഒരു സാധനം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് നോക്കാം. സോ ഹരീദ ബീച്ചിനെ കണ്ടു. ഹരീദ ബീച്ചിനെ അൾട്രോൺ ഫിനിഷ് ചെയ്യുന്നു. TVA വൈപ്പ് ചെയ്യുന്നു. TVAയുടെ മെയിൻ സ്കോഡിനെ KVA കീച്ചൻ സ്കോഡ് വൈപ്പ് ചെയ്യുന്നു. 4 കിൽസ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ഇനി 7 ടീമും 24 പ്ലേയേഴ്സും മാത്രം ബാക്കി. 7 ടീമും ഇനി ടോപ്പിലേക്ക് വരാൻ ഏത് ടീമുകൾക്ക് വേണേലും വരാം. 2ാമത് നിന്ന ടീം ഓൾറെഡി എലിമിനേറ്റ് ആയിട്ടുണ്ട്. TVA എലിമിനേറ്റ് ആയിരിക്കുന്നു. ഡെഞ്ചാർ ഇപ്പോഴും കില്ലുകളൊന്നും സെക്യൂർ ചെയ്തിട്ടില്ല. അവർ ഭയങ്കര സേഫ് ആയിട്ട് തന്നെയാണ് കളിക്കുന്നത്. ഈ ടൂർണമെന്റ് അവർ കൊണ്ടുപോകും എന്നുള്ള EVXൽ ഒരു പ്ലെയറിനെ നോക്കാക്കുന്നു. EVX versus CM. ആൻഡ് EVXലെ 2ാമത്തെ പ്ലെയറിന് നല്ല ടാഗ് കിട്ടുന്നു. 2 പ്ലെയർ നോക്കാവുന്നു. CMന്റെ സൈഡിൽ EVXലെ അവസാനത്തെ പ്ലെയർ മാത്രം ബാക്കി. അവസാനത്തെ പ്ലെയർ ഒരു കില്ല് അവിടെ കൺഫേം ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് മാൻ EVX versus CM. ആ കില്ല് കൺഫേം ചെയ്യാൻ മാക്സിമം നോക്കുന്നുണ്ട്. ലാസ്റ്റ് മാൻ നല്ലൊരു നോക്ക് ബൈ സ്പൂക്കി. ഇൻസ്റ്റന്റ് ആയിട്ട് CM അവിടെ ട്രേഡ് ചെയ്യുന്നു. 7 കില്ല് സെക്യൂർ ചെയ്യുന്നു. CM നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. നല്ലൊരു കംബാക്ക് ഫ്രം CM. EVXനെ അവിടെ വൈപ്പ് ഓഫ് ആക്കി പോയി. നമുക്ക് നോക്കാം. ഗൈസ് ചാറ്റ് ചില്ലാവ്. ഇറ്റ്സ് ഓക്കെ. അവർ അങ്ങനെ പറയും, ഓരോ ടീമിനെ പറ്റി പറയും. ഇറ്റ്സ് ഓക്കെ, എല്ലാവരും ചില്ലാവ്, അതൊന്നും കുഴപ്പമില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ വള്ളി ടീംസ് വിത്ത് 7 kills ആൻഡ് എ BRDM. വള്ളി ടീംസ് ഇവിടെ ഒരു BRDM ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. 7 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട് വള്ളി ടീംസിന്റെ സൈഡിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പെർഫോമൻസ് ആണ് വള്ളി ടീമിന്റെ സൈഡിൽ നിന്ന് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് KVA ആണെങ്കിലും ഇവിടെ കിൽസ് ഒന്നും അങ്ങനെ സെക്യൂർ ചെയ്തിട്ടില്ല. സോൺ ഇനി 6 ടീമും 20 പ്ലേയേഴ്സും മാത്രം ബാക്കി. കോച്ച് ഡിസപ്പോയിന്റഡ് എന്ന് പറയുന്നുണ്ട്. മേ ബി ദേ ഹാവിങ് എ ബാഡ് ഡേ ഗൈസ്. അത്രയായിട്ട് വിചാരിച്ചാൽ മതി. എല്ലാവർക്കും അവർ ഇന്നലെ എങ്ങനെയാണ് കളിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഓരോ ദിവസവും ഓരോരുത്തർക്കും ഇതിനൊരു ലക്ക് ഫാക്ടറും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് ഓക്കെ, ചില്ലാവ്. ഈ ടൂർണമെന്റിൽ ആര് വിന്നറായിട്ട് വന്നാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എപ്പാർട്ട് ഫ്രം ഞാനിപ്പോൾ TVA എന്ന് പറയുമ്പോൾ എൻ്റെ ഗ്യാങ് അടിക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷേ എപ്പാർട്ട് ഫ്രം ഞാൻ അതിന് മുകളിലായിട്ട് ഒരു നല്ല ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സാധനത്തിൽ ഞാൻ ഭയങ്കര സക്സസ് ആണ്. അതിലെനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത് ആർക്ക് കിട്ടിയാലും സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ TVA അല്ലെങ്കിൽ ആരെ അടിക്കുന്നതിന് മുമ്പും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ
സർപ്രൈസ് ആക്കി വെച്ചിരുന്ന സാധനങ്ങൾ പോലും അനൗൺസ് ചെയ്തത്. കാരണം പ്ലേയേഴ്സ് അത്ര സീരിയസ് ആയിട്ട് കളിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് ബോബോയ് അവിടെ നോക്കാക്കുന്നു. ബോബോയ് അവിടെ നോക്കായിരിക്കുന്നു. വാർഗോഡ് സ്യൂസ് ആണ്, MRCയുടെ വാർഗോഡ് സ്യൂസ് ആണ് അവിടെ ബോബോയെ നോക്കാക്കിയിരിക്കുന്നത്. വള്ളി ടീംസ് വേഴ്സസ് ടീം MRC ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫയർ ഫ്ലാങ്ക് ഒരു കൗണ്ടർ നോക്ക് തിരിച്ചെടുക്കാനുള്ള ശ്രമം. വള്ളി ടീംസ് വേഴ്സസ് MRC നടക്കുന്നു. ഇവിടെ ഇന്ന് വയറ് വിലങ്ങി പിടിച്ച് ശ്വാസ് പറഞ്ഞു രായ ഇവിടെ ഉണ്ടോ? ഒന്ന് സംസാരിക്കും. അപ്പൊ നമ്മുടെ ഷെയ്ക്ക് മാൻ ടീം വന്നിട്ടുണ്ട് ഇവിടെ. വള്ളി ടീമിന്റെ അടുത്താണ് വരുന്നത്. അവര് ഫ്രാങ്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, തൊട്ട് ബാക്കിൽ തന്നെ CM അതിന്റെ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട്. സോ CMന്റെ നല്ല രീതിയിൽ അടി MRCക്ക് കിട്ടുന്നുണ്ട്. സോ MRC സ്പോട്ട് ചെയ്തിട്ടുണ്ട് CMനെ. സോ നമുക്ക് നോക്കാം. സോ വള്ളി ടീം നേരെ സോണ്ടാത്ത് കയറാനുണ്ട്. അതോടൊപ്പം തന്നെ ഇത് നമ്മളെ കീച്ച് ആൻഡ് സ്കോഡ്, അതായത് അൾട്രോൺ ഇവിടെ തന്നെ നേരത്തെ ഫൈറ്റ് നടന്ന സ്ഥലത്ത് തന്നെ എത്തുന്നു. എനിക്ക് തോന്നുന്നില്ല ലൈക്ക് റീകോൾ വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ മാപ്പ് ഒന്ന് കാണിക്കും. ഓപ്ഷൻ ഇല്ല കീച്ച് ആൻഡ് സ്കോഡിൽ. അപ്പോൾ നമ്മുടെ കീച്ച് ആൻഡ് സ്കോഡിൽ ഒരാൾ മാത്രമാണ് ഉള്ളത്. പിന്നെ കറന്റ് KV ഉണ്ട്, CM ഉണ്ട്. ഓക്കെ, CM MRCയുടെ സ്കോഡ്. വള്ളി ടീം ഇതാ നൈസായിട്ടൊരു ആംഗിൾ എടുത്ത് വരുന്നുണ്ട്, BRDM ഒക്കെ എടുത്ത്. ഓക്കെ, അപ്പൊ ഇപ്പൊ കറന്റ് ഉള്ള ടീംസ് എന്ന് പറഞ്ഞാൽ KVയുടെ മെയിൻ ലൈനപ്പ്, അതോടൊപ്പം തന്നെ നമ്മുടെ KVയുടെ രണ്ടാമത്തെ ട്രിക്കി കോഡിനെ നോക്കാക്കുന്നു. CM ആക്ച്വലി നല്ലതുപോലെ കളിക്കുന്നുണ്ട് ഈ ഒരു മാപ്പിൽ നല്ലപോലെ കളിക്കുന്നു. ട്രിക്കി കോഡ് അവിടെ നോക്കായിട്ടുണ്ട്. KVA വേഴ്സസ് വള്ളി ടീമാണ് നടക്കുന്നത്. പക്ഷെ ഡീമൻ നോക്കി അവിടെ ബോബോയ്ക്ക് നല്ലൊരു ഷോട്ട് കൊടുത്ത് അവിടെ നോക്കാക്കിയിട്ടുണ്ട്. കാസ്ട്രോ വൈറ്റ് അവിടെ KVയുടെ തന്നെ സ്കോഡിനെ അടിക്കുന്നു. ആൻഡ് ഡീമൻ നോക്കി തിരിച്ച് നോക്കായിട്ടുണ്ട്. ഡീമനെ തന്നെ അടിച്ചു. ഡീമൻ നോക്കി അടിച്ചു. ഫിനിഷ് ചെയ്യാറായി ഏകദേശം. അവർക്ക് പ്ലെയറിനെ റിവൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ആൻഡ് ഡീമൻ നോക്കിയെ നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ടീം അറബി അവിടെ വള്ളി ടീംസിന് തൊട്ട് മുകളിലുണ്ട്. കണ്ണാപ്പി വണ്ടിക്കകത്തിരുന്ന് ചുറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ TMX ഡീമൻ അവിടെ നോക്കായി. ഫയർ ഫ്ലാങ്ക് അവിടെ നോക്കായി. ജർമ്മൻ കണ്ണാപ്പി മാത്രം ബാക്കി. ജർമ്മൻ കണ്ണാപ്പി ഒരു കില്ലെടുത്തു. ജർമ്മൻ കണ്ണാപ്പി നല്ലൊരു ട്രൈ ആയിരുന്നു ജർമ്മൻ കണ്ണാപ്പിയുടെ സൈഡിൽ നിന്ന്. പക്ഷെ ജർമ്മൻ കണ്ണാപ്പി അവിടെ കിട്ടിയ ഒരാളെ ഫിനിഷ് ചെയ്ത് വിട്ടു. ആൻഡ് നോക്കുകയാണെങ്കിൽ ടീം MRC 3 കില്ല് അവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി ടോപ്പ് 4 ടീംസ് മാത്രം. ഡെഞ്ചാർ, KVA, ഈ MRC ആൻഡ് CM ആണ് ബാക്കിയുള്ളത്. ഇതും കൂടി ഡെഞ്ചാർ അടിക്കുകയാണെങ്കിൽ ഇനി 1ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ആരും കോമ്പീറ്റ് ചെയ്യേണ്ട, അത് അവർക്ക് തന്നെ ഉള്ളതാണ് എന്ന് ഉറപ്പിക്കാം. ഡെഞ്ചാർ സ്റ്റിൽ അവർക്ക് ഈ ഒരു പൊസിഷൻ പോയിന്റും കിൽ പോയിന്റും മാത്രം മതി അവർക്ക് ഇതായിട്ട് വരാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം. MRC വേഴ്സസ് KVയുടെ മെയിൻ ലൈൻ വേഴ്സസ് MRC. സോൾ കാസ്ട്രോ അവിടെ സ്വന്തം നേടിൽ ടീമിൽ ഒരു മെമ്പറിനെ അറിയാതെ നോക്കാക്കിയിട്ടുണ്ട്. ലെഗസിയെ നോക്കാക്കി കാസ്ട്രോ അവിടെ. ആൻഡ് റിബൽ അവിടെ നിന്ന് ടാഗ് കൊടുക്കുന്നു വാർഗോഡ് സ്യൂസിന്. MRCക്ക് നല്ല ടാഗ് കിട്ടുന്നു രണ്ട് സൈഡിൽ നിന്നും. സാൻഡ്വിച്ച് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ആൻഡ് റിബൽ അവിടെ വാർഗോഡ് സ്യൂസിനെ കൺഫേം ചെയ്യുന്നു. TMലെ ജോമൻ 2OP ARB നന്ദുവിനെ ഫിനിഷ് ചെയ്യുന്നു. ആൻഡ് നോക്കുകയാണെങ്കിൽ ഡെഞ്ചാർ വേഴ്സസ് KVA വേഴ്സസ് MRC വേഴ്സസ് CM. MRCയിലെ ഷെയ്ക്ക് മാത്രം ബാക്കി. ഷെയ്ക്ക് വണ്ടി എടുത്ത് പോകാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. ഷെയ്ക്ക് താഴോട്ട് വന്ന് കിടക്കുന്നു. ഹീൽ ചെയ്യുന്നു ഷെയ്ക്കിന് എല്ലാ സൈഡിൽ നിന്നും അടി വരുന്നുണ്ട്. 8 കില്ല് സെക്യൂർ ചെയ്ത് CM വളരെ നന്നായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ടോപ്പ് ഓഫ് ദി ടേബിളിലോട്ട് വരാൻ CM ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. KVAക്ക് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. ഡെഞ്ചാറിന്റെ സൈഡിൽ നിന്ന് 2 കില്ലായിട്ട് ഡെഞ്ചാർ അവിടെ നിൽക്കുന്നു. ഡെഞ്ചാറിന് ഓൾറെഡി ഡ്രോപ്പ് ഗൺസും കിട്ടിയിരിക്കുന്നു. ആൻഡ് നോക്കുകയാണെങ്കിൽ ഷെയ്ക്ക് അവിടെ BRDM എടുത്ത് വരുന്നുണ്ട്. BRDM ആയിട്ട് ഷെയ്ക്ക് വരുന്നു. KVയുടെ മണ്ടയ്ക്കൂടെ ഓടിച്ചു കയറ്റാനുള്ള ശ്രമം. ജസ്റ്റ് മിസ്സായി. ഷെയ്ക്കിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷെയ്ക്കിന്റെ വണ്ടി ഇപ്പൊ പൊട്ടിത്തെറിക്കും. വണ്ടിയുടെ ഫ്യൂവൽ ഇപ്പൊ തീരും. ഒരു ഷെയ്ക്ക് വണ്ടി ഓടിച്ച് കില്ലെടുക്കാനുള്ള പ്ലാൻ. ഷെയ്ക്കിന്റെ വക വണ്ടി ഓടിച്ച് കയറ്റി ഒരു കില്ലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണ്. അവിടെ ഹിറ്റ്മാനെ വണ്ടി ഇടിച്ച് തെറിപ്പിക്കാൻ നോക്കുന്നു. വണ്ടി ഇടിച്ചു കണ്ടു. ഹിറ്റ്മാനെ ഇടിച്ച് തെറിപ്പിച്ചു. ഷെയ്ക്ക് ഇപ്പൊ പൊട്ടിത്തെറിച്ച് മരിക്കും. വണ്ടി പൊട്ടിത്തെറിച്ച് മരിക്കും. പോകുന്നതിന് മുമ്പ് ഒരാളെ കൂടെ നോക്കാക്കി വണ്ടി പൊട്ടിത്തെറിച്ച് ഒരു സൂയിസൈഡ് ബോംബറായി മാറി MRC ഷെയ്ക്ക്.
ഒരു സൂയിസൈഡ് ബോംബറായി മാറി. കറക്റ്റ് സമയത്ത് CM വന്ന് ആ കില്ലുകളെല്ലാം സെക്യൂർ ചെയ്തു. ആൻഡ് അവിടെ എൻ്റെ KVയെ അവിടെ വൈപ്പ് ചെയ്തിട്ടാണ്, എൻ്റെ KVയെ അടിച്ച് ഇതാക്കിയിട്ടാണ് ഷെയ്ക്ക് പോയത്. ഷെയ്ക്ക് പോകുന്നതിന് മുമ്പ് കൂടുള്ളവരെ അവിടെ കൊണ്ടുപോയി. CM vs ഡെഞ്ചാർ, ദ ഫൈനൽ സർക്കിൾ. 4 vs 3 ആണ്. 4 vs 3 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CM vs ഡെഞ്ചാർ. എന്തൊക്കെയാണല്ലേ സംഭവിക്കുന്നത്? ലാസ്റ്റ് സർക്കിൾ. എനിക്ക് ഇവിടെ വിലങ്ങി കഴിച്ചു. ഞാൻ ഫുഡ് എണ്ണീറ്റ് ഗ്യാസ് കഴിച്ചിട്ട് എനിക്ക് വിലങ്ങി, എനിക്ക് എണ്ണീറ്റ് ഇരിക്കാൻ പറ്റണില്ല. സോ 4 vs 3 സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നു. ലാസ്റ്റ് ഫൈനൽ സർക്കിൾ. ഫൈനൽ സർക്കിളിലേക്ക് എത്തിയിരിക്കുന്നു. ലാസ്റ്റ് ആൻഡ് സ്റ്റിൽ അവർ അഗ്രഷൻ ഒന്നും കാണിക്കാതെ വളരെ പേഷ്യൻസ് ആയിട്ട് കളിക്കുന്നു ഡെഞ്ചാർ. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം. 1ാം സ്ഥാനത്തിന് വേണ്ടി ഇനി ഒരാൾ പോലും മത്സരിക്കേണ്ട. 1ാം സ്ഥാനം അത് ഡെഞ്ചാറിനുള്ളതാണ്. ഇനി 2ാം സ്ഥാനത്തിനും 3ാം സ്ഥാനത്തിനും വേണ്ടിയിട്ടുള്ള ഫൈനൽ മാച്ച് മാത്രമേ ബാക്കിയുള്ളൂ. 1ാം സ്ഥാനം അത് ഡെഞ്ചാറിന് തന്നെയാണ്. വിലങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാൻ എനിക്ക് അറിയത്തില്ല. നമുക്ക് ഈ ഇതൊക്കെ ഇങ്ങനെ അതിനെന്താ പറയണേ? ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാ പറയണ വിലങ്ങിന്ന്. എനിക്ക് അറിഞ്ഞൂടാ അതിനെന്താ പറയണത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ. എനിക്ക് അതിന് വേറൊരു സിനോണിമസ് വാക്ക് അറിഞ്ഞൂടാ. ഉളുക്കിയതല്ലടാ, നമുക്ക് ഈ കൊളുത്തി പിടിക്കാം. അത് തന്നെ. ഫൈനൽ സർക്കിൾ അവർ 2 ടീമും നല്ല പേഷ്യൻസോടുകൂടി തന്നെ കളിക്കുന്നുണ്ട്. 4 vs 3 എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. CM vs ഡെഞ്ചാർ. ഒരു ഡെഞ്ചാറിന്റെ കയ്യിൽ നിന്ന് ഒരു ചിക്കൻ ഡിന്നർ CMന് മേടിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. ഡെഞ്ചാർ vs CM. സോണ് എങ്ങോട്ട് പോകുന്ന ഒരു പിടുത്തവും ഇല്ല. പക്ഷെ ഇവിടെ പയ്യെ ട്രിക്കി കൂടെ ഒരു ഓഫ് ആംഗിളിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. വേറെ എങ്ങും ആൾക്കാരെ സ്പോട്ട് ചെയ്തിട്ടില്ല. ഒരു എൻ്റയർ ആയിട്ടുള്ള അവർ ടീം കളിക്കുന്നിടത്തുനിന്നേ അല്ലാത്ത ഒരു ആംഗിളിലാണ് ട്രിക്കി ഗോഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ കോമ്പൗണ്ടിലാണ് എന്നുള്ള ഒരു ഇൻഫർമേഷനിലാണ് ട്രിക്കി ഗോഡ് അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു ഓഫ് ആംഗിൾ എടുക്കാൻ വേണ്ടി. ഡെഞ്ചാർ vs CM, ദ ഫൈനൽ സർക്കിൾ. 4 vs 3 പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഗെയിൻ ബാക്ക്. ഒരു നേടും കൂടെ വന്നു. ആ നേടിൽ ഡാമേജ് കിട്ടിയായിരുന്നു റിബലിന്. പക്ഷേ ഡാമേജ് റിക്കവർ ആയി വീണ്ടും. അപ്പൊ സോൺ ഇത് എങ്ങോട്ട് പോകുന്നു നമുക്ക് നോക്കാം. CMനായിരിക്കുമോ? ഓക്കെ, 2 ടീമിനും സ്റ്റിൽ സോണുണ്ട്. 2 ടീമിനും സ്റ്റിൽ സോണുണ്ട്. എന്നിട്ട് ഒന്ന് കമന്ററി പറയാമോ? ഒരു ഗ്രനേഡ് വന്നിട്ടുണ്ട്. അത് എന്തായാലും അവിടെ വരെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു CMനാണ് സോൺ വരുന്നെങ്കിൽ ഡെഞ്ചാർ സ്മോക്ക് ഇട്ട് പുഷ് ചെയ്ത് കയറേണ്ടി വരും. ഓക്കെ, ഫ്ലഫി ഇവിടെ ഓൾറെഡി സെലിബ്രേറ്റിംഗ് ദ 4th ഡിന്നർ എന്നുള്ള രീതിയിലാണ് ഫ്ലഫി ഇവിടെ ഇമോട്ടൊക്കെ ഇട്ട് ഇവിടെ ഓൾറെഡി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അവരുടെ ചാമ്പ്യൻഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഫ്ലഫി. ട്രിക്കി ഗോഡ് നോക്കുകയാണെങ്കിൽ എഴഞ്ഞ് വന്ന് ഒരു ഓഫ് ആംഗിൾ പിടിച്ചു നിൽപ്പുണ്ട്. അവിടെ നിന്നൊരു CMൽ ആരും തന്നെ സ്പോട്ട് ചെയ്തിട്ടില്ല. സോ 2 ടീമിനും സോൺ ഉണ്ട് കറന്റ്. ഫോർ വേഴ്സസ് 3 ഫൈനൽ സർക്കിളിലേക്ക് അവരൊക്കെ യൂട്ടിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ കുറെ മാച്ചുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ചില്ലായിട്ടും സമാധാനമായിട്ടുള്ള ഒരു ഫൈനൽ സർക്കിൾ. വലിയ ബഹളങ്ങളില്ല, വലിയ വെടിവെപ്പ് സൗണ്ടുകളില്ല, അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരു ഫൈനൽ സർക്കിൾ. ഒരു പിൻ ഡ്രോപ്പ് സൈലന്റ് പോലെയായിരുന്നു കമന്ററി കൂടെ നിർത്തിയപ്പം. നമുക്ക് നോക്കാം. 4 വേഴ്സസ് 3 ദ ഫൈനൽ സർക്കിൾ. സെക്കൻഡ് ലാസ്റ്റ് മാച്ച്, ഗ്രാൻഡ് ഫിനാലെ സെക്കൻഡ് ലാസ്റ്റ് മാച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ യൂട്ടിലിറ്റീസ് ഒക്കെ സ്പാം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സോൺ കൂടെ കഴിയുമ്പോഴത്തേക്കിന് അറിയാം ആർക്കാണ് സോൺ അഡ്വാൻറ്റേജ്, ആർക്കാണ് എന്താ വെടിവെക്കാത്തയാരും. തമ്മിൽ കണ്ടിട്ടില്ല, അതാണ്. ബ്ലൈൻഡ് ട്രിബിളിന് നല്ലൊരു നീഡ് വന്നിട്ടുണ്ട്. മല്ലു സക്സിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു നീഡ് അവിടെ വന്നു. അത്യാവശ്യം ഡാമേജ് എടുത്തിട്ടുണ്ട്. അവിടെ ഒരു മോളി എറിയുന്നു. വിപ്സി അവിടെ ജോമൻ ടു OP നോക്കാക്കുന്നു. 4v3 എത്തിയിരിക്കുന്നു സിറ്റുവേഷൻ.
4v3 അവരുടെ സൈഡിൽ നിന്ന് ഒരു അഗ്രസീവ് പുഷിനാണ് അവർ ട്രൈ ചെയ്യുന്നത്. 4v3യിലേക്ക് എത്തിക്കുന്നു. വിപ്സി ഒരു നല്ല ഓപ്പണിംഗ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു ഡെഞ്ചാറിന്. നെയ്ഡ് സ്പാം വരുന്നു. സമാധാനമെല്ലാം പോയി. വിപ്സിയുടെ വക നല്ലൊരു സ്പ്രേ. രണ്ടാമത്തെ നോക്ക് വിപ്സി എടുത്ത് കൊടുത്തിരിക്കുന്നു. ലാസ്റ്റ് മാൻ 1 vs 4ലേക്ക് വന്നിരിക്കുന്നു കാര്യങ്ങൾ. 1 vs 4ലേക്ക് വന്നിരിക്കുന്നു കാര്യങ്ങൾ. ലാസ്റ്റ് മാനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. ആൻഡ് അവിടെ ഫ്ലഫി എടുക്കുന്നു. ഡെഞ്ചാർ ഫിനിഷിംഗ് ഓഫ് 4 മാച്ചും ബാക്ക് ടു ബാക്ക് ചിക്കൻ ഡിന്നർ അടിച്ച് ഡെഞ്ചാർ. പക്ഷേ ഇതെന്താ ഇങ്ങനെ ചോട്ടാ മുംബൈ കിൽസ് കൂടുതൽ അവർക്കാണോ? ഓക്കെ. സോ ഡെഞ്ചാർ ആണ് ഡിന്നർ അടിച്ചേക്കുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ കിൽസ് എടുത്തിരിക്കുന്നത് ചോട്ടാ മുംബൈ ആണ്. 11 കില്ല് ചോട്ടാ മുംബൈ. അതുപോലെ തന്നെ 1346 ഡാമേജ് ചോട്ടാ മുംബൈ. ഏറ്റവും കൂടുതൽ അസിസ്റ്റ് എടുത്തിരിക്കുന്നത് മാർസലസ് MRC ആണ് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് എടുത്തിരിക്കുന്നത് ഈ ഒരു മാച്ചിൽ. ആൻഡ് അതിന്റെ കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ 4ാമത്തെ ഡിന്നറായിട്ട് ടീം ഡെഞ്ചാർ 6 കിൽസ് അടിച്ച് ഡിന്നർ കൊണ്ടുപോയിരിക്കുന്നു. ആൻഡ് ടൂർണമെന്റ് ചാമ്പ്യൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ടൂർണമെന്റിലെ ചാമ്പ്യന്മാർ ഡെഞ്ചാർ തന്നെയായിരിക്കും. ആൻഡ് ഹാഷ് 2 നോക്കുകയാണെങ്കിൽ ചോട്ടാ മുംബൈ വിത്ത് 11 kills, KVA #3 with 2 kills, ടീം അറബി MRC with 3 kills, വള്ളി ടീം #5 with 8 kills, കിച്ചൻ സ്കോഡ് #6 with 4 kills, EVX #7 with 7 kills, and തക്ടുവാവ അധോലോകം #8 with 7 kills, OG #9 with 0 kills, MRC #10 with 7 kills, TVയുടെ ദ സ്കോഡ് #11 with 0 kills, TGA #12 with 2 kills, SRRA അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല #13 with 2 kills, ബ്ലാക്ക് സ്കോഡ് #14 with 1 kill, #15 VNV with 0 kill, #16 ടോക്കിയോ മറയാന with 0 kill. സോ ഇതാണ് കറന്റ്ലി ഉള്ള ഇത്. ആൻഡ് നമ്മുടെ മാച്ചിന്റെ ഫൈനൽ, നമ്മുടെ ടൂർണമെന്റിന്റെ ഫൈനൽ മാച്ചിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഫൈനൽ മാച്ച്, ലാസ്റ്റ് മാച്ചാണ്. ആൻഡ് അതിനു മുമ്പ് പോയിന്റ് ടേബിൾ അപ്ഡേറ്റ് ആയല്ലോ എന്നൊരു കാര്യം നമുക്ക് നോക്കാം.